ആത്മനമസ്തേ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അതിൻ്റെ ഇന്നത്തെ വിജയദശമി ആശംസകൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് കൂടി ഒരു ദിനം കൂടിയാണ് ഇന്ന്. കാരണം ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു ഔപചാരികമായ ഒരു ഇനാഗുറേഷൻ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എന്താണ് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സെന്റർ എന്നും ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വെർച്യൂസ് സോഹം സ്കൂൾ ഓഫ് വെർച്യൂസ് എന്ന പുതിയ ഒരു സ്കൂളിനെ കുറിച്ചും ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിന് ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ഈ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പാൾ കൂടിയായ മിസ്റ്റർ രാമചന്ദ്രൻ സാറാണ്. രാമചന്ദ്രൻ സാറിനെ ആദ്യമായി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജീന മാമാണ്. ജീന മാമിനെ ഞാൻ ഈ സ്കൂളിന്റെ പേര് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സ്കൂളിന്റെ ട്രസ്റ്റ് കൂടിയായ അഞ്ജു ബിജു മാമാണ്. അഞ്ജു ബിജു മാമിനെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ഇൻട്രോസെക്ഷൻസും മറ്റുള്ള ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും നമ്മുടെ കൊച്ചിൻ ഫൗണ്ടേഷന്റെ ട്രസ്റ്റിയും നമ്മുടെ സോഹത്തിന്റെ നല്ലൊരു ട്രെയിനർ കൂടി ആയ നമ്മുടെ ബിജു സാറാണ്. ബിജു സാറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെ മനോജ് ചെന്നൈ സാറാണ്. ഈ സ്കൂളിന്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ മനോജ് സാറ് ഈ വേദിയിൽ കുറച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരും. അദ്ദേഹത്തിനെ ഞാൻ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ ആശംസ അറിയിക്കുന്നത് ജിജീഷാണ്. ജി സാറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതില് 2-3 ഫെസിലിറ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അവരൊന്ന് നമ്മളെ ഉമാമയാണ്. ഉമാമേമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നമ്മുടെ ഏസൽ മാമാണ്. ഏസൽ മാമിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് മറ്റൊരു ഫെസിലിറ്റേറ്റർ കൂടിയായ പ്രിയ മാമാണ്. റിയ മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് നമ്മുടെ സജീവ് കുറോട്ടശ്ശേരിയാണ്. സജീവ് കുറോട്ടശ്ശേരിയും ഹാർദമായി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് സ്കൂളിനെ കുറിച്ചും സ്കൂളിന്റെ പാഠ്യപഠനത്തിനെ കുറിച്ചും എന്താണ് സോഹമെന്നും എന്താണ് വെർച്യൂസും എന്നതിനെ കുറിച്ചും വിശദമായ ഒരു ചർച്ച ഉദ്ഘാടനത്തിന് ശേഷം അറിയിക്കുന്നതാണ്. എന്തായാലും മറ്റു കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ കൂടിയായ ഈ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ കൂടിയ രാമചന്ദ്രൻ സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ആത്മനമസ്തേ. ആത്മനമസ്തേ. ഇന്നത്തെ ഈ സുദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പുതിയ എന്തും തുടങ്ങാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ദിവസമാണ്. ആ ദിവസം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പുതിയ ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് കൂടെ തുറക്കുകയാണ്. ആ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിനായി ഞാൻ അഞ്ജു മാമിനെ ക്ഷണിക്കുക.
മോഹൻലാൽ ആൾക്ക് പുരസ്കാരം ചരാചരം തൽപദം തൽഷിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുन्मीलितं येन तस्मै श्री गुरवे नमः. गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुरेव परं ब्रह्म तस्मै श्री गुरवे नमः. सागरं जङ्गमं व्याप्तं यत्किञ्चित् सचराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः. चिन्मयं व्यापि यत्सर्वं त्रैलोक्यं सचराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः. ഇതോടനുബന്ധിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് അഞ്ജു മാമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്തേ. സർവേശ്വരന്റെ അനുഗ്രഹത്താൽ, ഗുരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ അനുഗ്രഹത്താൽ, എല്ലാ മഹത്തുക്കളുടെയും ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹത്താൽ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ, സ്കൂൾ ഓഫ് വെർച്യൂസ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. താങ്ക് യു. ആമേൻ. ആമേൻ. So be it. So be it. നമസ്തേ. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ലോകക്രമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും വളരെ തിരക്കിട്ട ജീവിതശൈലി, അതിനോടനുബന്ധിച്ചുള്ള യാത്രകളും തിരക്കുകളും ഉള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഓരോരുത്തരെയും എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മളിൽ നിന്ന് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം പോലും ഇന്ന് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് കുട്ടികളിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള ആ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, ഇപ്പോൾ സോഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ ബിജു സാറിൻ്റെ ഇത്രയും വർഷത്തെ പ്രാണിക് ഹീലിംഗ് എക്സ്പീരിയൻസിൽ നിന്നും ടീച്ചിങ്ങിൽ നിന്നും മനസ്സിലാക്കിയ, പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും സാറിൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്. കാരണം ഇന്ന് നമ്മൾ ഇത്രയും അധികം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന പാരൻസിന് അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ അവരുടെ നല്ല നാളേക്കായിട്ട് നല്ല ശക്തരായിട്ട് ബുദ്ധിമതികളായിട്ട് വളരെയധികം സ്ട്രെസ്സോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് വേണ്ടി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. ആ ചിന്തയിൽ നിന്ന് ഉണർന്നു വന്ന ഒരു ആശയമാണ് സ്കൂൾ ഓഫ് വെർച്യൂസ് എന്ന് പറയുന്നത്. ഈ സ്കൂൾ ഓഫ് വെർച്യൂസ് തുടങ്ങുന്ന സമയത്ത്, അതിൻ്റെ ആശയം തുടങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിൽ നിന്നും വന്ന പല ഐഡിയാസും പല സമയത്ത് പലരോടും ഡിസ്കസ് ചെയ്യുമ്പോഴും പലരും അവർക്ക് വന്ന മാറ്റങ്ങൾ, അതായത് നമ്മൾ ജീവിതത്തിൽ ഈ പ്രാണിക് ഹീലിങ്ങിന് വന്നതിന് ശേഷം ജീവിതത്തിൽ പാലിച്ചു പോകുന്ന പല വാല്യൂസ്, അതെങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വന്നത്, അത് നമ്മുടെ കുട്ടികളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ പ്രാണിക് ഹീലിംഗ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, വാല്യൂസ് പഠിപ്പിക്കുക, ആ വാല്യൂസിൽ നിന്ന് പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് എത്തിയത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് എന്നാണ്. ആ എക്സ്പീരിയൻസ് എന്താണ്? ഓരോരുത്തരും വന്നിട്ടുള്ള മാറ്റങ്ങൾ, കുട്ടികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ പഠന ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, സ്വഭാവ രൂപീകരണത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി പല ടെസ്റ്റിമോണിയൽസിനെയും ബേസ് ചെയ്ത് ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കണം എന്ന ഒരു വലിയൊരു ലക്ഷ്യം മുന്നിൽ വന്നപ്പോഴാണ് സ്കൂൾ ഓഫ് വെർച്യൂസ് എന്ന ഒരു വലിയൊരു സംരംഭം, നാളെ വലിയൊരു സംരംഭമായി മാറേണ്ട, പുതിയൊരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു സംരംഭത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് സോഹം എന്നുള്ളത് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ എന്ന സ്ഥാപനം, അതായത് അതൊരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ കുറേ ഏറെ ആക്ടിവിറ്റീസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അതായത് ഫുഡ് ഫോർ ഹംഗ്രി, ഫ്രീ ഹീലിംഗ്, പലർക്കും പല രീതിയിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഹീലിംഗ് ചെയ്തു കൊടുക്കുന്നു. ഈ ഒരു സ്ഥാപനം ഈ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ സ്കൂൾ ഓഫ് വെർച്യൂസും ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. ഈ സ്കൂൾ ഓഫ് നമ്മളുടെ കൂടെയുള്ള ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഷാജി കടങ്ങിൽ വെൽക്കം സ്പീച്ചിൽ മെൻഷൻ ചെയ്തിരുന്നു. ബിജു സാറാണ്. ബിജു സാർ 15 വർഷത്തിലേറെയായി പ്രാണിക് ഹീലിംഗിലും ഉണ്ട്. നമ്മുടെ YVPH യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കൊച്ചിൻ്റെ ട്രസ്റ്റിയാണ്. സോഹത്തിൻ്റെ ഫൗണ്ടർ ആണ്. അദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത്, ഈ ഒരു സംരംഭത്തിലും നമ്മളെ നയിക്കുന്നത്. അഞ്ജു മാഡം, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അഞ്ജു മാഡം ആണ് ട്രസ്റ്റി, മാനേജിങ് ട്രസ്റ്റി. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ട്രസ്റ്റീസും മറ്റു മെമ്പേഴ്സും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള
ആളുകളാണ്. നമ്മുടെ ട്രസ്റ്റി ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ മനോജ് മെഡിക്കൽ കോളേജിൽ ഓർത്തോ സർജൻ ആണ്. ജീന മാഡം 15 വർഷത്തിലേറെ പ്രാണി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു, ട്രെയിനറാണ്. ആളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ LSGDയിലുള്ളതാണ്. ജിജേഷ് ബിസിനസ്മാൻ ആണ്. മനോജ് CR അദ്ദേഹം ചെന്നൈയിലാണ്, ഫിനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. സജീവ് കുർവാട്ട് പ്രാണി ഹീലറാണ്. അദ്ദേഹം ഒരു തെയ്യം കലാകാരനും കൂടിയാണ്. 12 വർഷത്തിലേറെയായി തെയ്യം കലാകാരനാണ്. 16 വർഷത്തിലേറെയായിട്ട് പ്രാണി ഹീലറാണ്. ഷാജി കാടേങ്ങൽ ബിസിനസ്മാൻ ആണ്. 30 വർഷത്തിലേറെയായിട്ട് ബിസിനസ്സിലുണ്ട്. പ്രാണി ഹീലറാണ്. നമ്മുടെ കൂടെയുള്ള ബാക്കി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഉമാദേവി, അദ്ദേഹം നമ്മുടെ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ആളൊരു പ്രാണി ഹീലറാണ്, തെറാപ്പിസ്റ്റ് ആണ്. 5 വർഷത്തിലേറെയായിട്ട് ഡിഫറെൻറ്റ് തെറാപ്പീസ് കുട്ടികൾക്ക് വേണ്ടിയും പല സ്കൂളുകളിലും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. റിയ മേരി പോൾ IT സെക്ടറിൽ നിന്നാണ് വരുന്നത്. ഷീസ് ഫ്രം കോഗ്നിസന്റ്, പ്രൊജക്ട് മാനേജറാണ്. പ്രാണി ഹീലിംഗ് 13 വർഷത്തിലേറെയായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഷീസ് ഓൾസോ വർക്കിംഗ് തമിഴ്നാട്ടിൽ ഒരു NGO ഫൗണ്ടേഷൻ്റെ മക്കിവി ഫൗണ്ടേഷൻ്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് പല സ്കൂളുകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഹെയ്സൽ ആളൊരു ലൈഫ് കോച്ചാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ NLP EFT ഹിപ്നോസിസ് പ്രാക്ടീഷണറാണ്. ക്ലിനിക്കൽ ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പ്രാണി ഹീലറാണ്. ഹെയ്സൽ 12 വർഷത്തിലേറെ IT സെക്ടറിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിൽ നിന്നാണ് ലൈഫ് കോച്ച് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് ആള് എത്തിച്ചേർന്നിട്ടുള്ളത്. സോ മൈസെൽഫ് രാമചന്ദ്രൻ, ഞാൻ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 28 വർഷത്തോളമായിട്ട് IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ പ്രാണി ഹീലറുമാണ്. അപ്പം നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു സെക്ടറിന് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്നുള്ള ആളുകളാണ് ഇതിനുള്ള ഈ സ്കൂളിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സും ഭാരവാഹികളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് പറയാനായിട്ട് ജീന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്തേ, ഗുഡ് മോർണിംഗ്. നമ്മൾ സദ്ഗുണസമ്പന്നരായിട്ടുള്ള ഒരു നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂൾ ഓഫ് വെർച്യൂസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കോഴ്സുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് വിങ്സ് ഓഫ് വിസ്ഡം. 5 മുതൽ 9 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ് വിങ്സ് ഓഫ് വിസ്ഡത്തിൽ ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഈ ഒരു പ്രായത്തിലാണ് കുട്ടികളിൽ ഇന്റലിജന്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രായം. നമ്മുടെ ഈ ഒരു കോഴ്സ് കുട്ടികളിൽ ഇന്റലിജന്റ് ഡെവലപ്പ് ചെയ്യുന്നതിനായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ കോഴ്സ് വിങ്സ് ഓഫ് കമ്പാഷൻ. 10 മുതൽ 13 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ അവർ ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ട് വളരുന്നതിന് വേണ്ടി, നല്ല ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ഈ ഒരു കോഴ്സിൽ ഉള്ള പാഠ്യക്രമങ്ങൾ. മൂന്നാമത്തതായി വിങ്സ് ഓഫ് ഫോർച്യൂൺ. 14 മുതൽ 17 വരെ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ
കുട്ടികളിൽ നല്ല ഉത്തരവാദിത്ത ബോധം ഉടലെടുക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ അവരിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. ഈ രണ്ട് കാര്യങ്ങളും നല്ല ഉത്തരവാദിത്ത ബോധമുള്ള കുട്ടികളായി വളരുന്നതിനും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിൽ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4ാമത്തെ കോഴ്സ് ക്ലബ് ഫോർച്യൂൺ 18 വയസ്സിനും അതിനു മുകളിലുമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ വളരെ അഡ്വാൻസ്ഡ് ബാലൻസ്ഡ് ലൈഫ് നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ അവരിലേക്ക് അത് അട്രാക്ട് ചെയ്യാനുള്ള സൗഭാഗ്യങ്ങൾ എങ്ങനെ അവർക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ആണ് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഈ 4 കോഴ്സുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ സമയം അവരുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ആവശ്യമില്ല. ഇത് എല്ലാ ബുധനാഴ്ചകളിലും രാത്രി 7 മുതൽ 7:30 വരെയുള്ള സമയത്ത് ഓൺലൈനായിട്ടാണ്, സൂം സെഷനായിട്ടാണ് ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസം ഈ രീതിയിൽ മുന്നോട്ട് പോകും. അതിനുശേഷം ഈ പറഞ്ഞ 4 കോഴ്സുകളായിട്ട് തന്നെ ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു. ആത്മനമസ്തേ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് ബിജു സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ആത്മനമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ വിദ്യാരംഭത്തിൽ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷന്റെ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിച്ചിരിക്കുകയാണ്, സ്കൂൾ ഓഫ് വെർച്യൂസ്. സോ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷനെ കുറിച്ചും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും എന്താണ് സ്കൂൾ ഓഫ് മെഡിറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സേവനങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം രാമചന്ദ്രൻ സാറ് വളരെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പ്രാണി ഹീലേഴ്സിന്റെ, അർഹാത്തി യോഗ പ്രാക്ടീഷേഴ്സിന്റെയും ഒരു കൂട്ടായ്മയാണ്. ഈ സ്കൂളിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അർഹാത്തി യോഗ പ്രാക്ടീഷണേഴ്സിന്, പ്രാണി ഹീലേഴ്സിന് സേവനം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ സ്കൂളിന്റെ ആരംഭം. ആ ഒരു ചിന്തയിൽ ഏറ്റവും നല്ല സേവനം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന തരത്തിൽ അവർക്ക് സേവനം നൽകാൻ സാധിക്കുന്നത് ഹീലിംഗിലൂടെയാണ്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള എവല്യൂഷനെ സഹായിക്കുന്ന തരത്തിൽ മെഡിറ്റേഷൻ അവരിലേക്ക് എത്തിക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ സ്കൂളിന്റെ പേര്, ഈ ഓർഗനൈസേഷന്റെ പേര് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിൽ ഈ സ്കൂളിന്റെ കീഴിൽ 3 സെന്റേഴ്സ് ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം സെന്റേഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വരും ദിവസങ്ങളിൽ കൂടുതൽ സെന്റേഴ്സ് സ്ഥാപിക്കപ്പെടും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ എവിടെയുള്ള ക്യാൻസർ രോഗികൾക്കും കിഡ്നി പേഷ്യൻസിനും വൃക്ക രോഗികൾക്കും സൗജന്യമായിട്ടുള്ള ഹീലിംഗ് ഈ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ധാരാളം ഫ്രീ ഹീലിംഗ് ക്യാമ്പയിനുകൾ, ധാരാളം ഫ്രീ ഹീലിംഗ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 1 ദിവസം ഫ്രീ ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിർധനരായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സഹായം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഈ
അവരുടെ രോഗം കിഡ്നി രോഗമാണോ ക്യാൻസർ രോഗമാണോ എന്ന് നോക്കാതെ തന്നെ അവർക്ക് വേണ്ട സൗജന്യ ഹീലിംഗ് സേവനങ്ങൾ നൽകുന്നുണ്ട്. ധാരാളം മെഡിറ്റേഷനുകൾ ക്യാമ്പുകളായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരുടെയും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഗുരു മാസ്റ്റർ ചൊവാക്കോക്സിയുടെ പ്രാണിക് ഹീലിംഗ് പഠന പദ്ധതികൾ കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. സോ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാനൊരു വിവരം നിങ്ങളെ അറിയിക്കുന്നത് ഈ ദിവസം ഈ മഹാനവമി അല്ലെങ്കിൽ വിജയദശമി ദിവസങ്ങളിൽ നമ്മൾ ദുർഗാഷ്ടമിയുടെ അന്ന് വൈകുന്നേരം തുടങ്ങി ഈ നവമിയുടെ മുഴുവനായിട്ടും വിജയദശമിയുടെ അന്ന് ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് മെഡിറ്റേഷൻ വിത്ത് ട്വിൻ ഹാർട്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. 41 മെഡിറ്റേഷൻ വിത്ത് ട്വിൻ ഹാർട്സ് ഓരോ മണിക്കൂറിലും ഓരോ മെഡിറ്റേഷൻ വിത്ത് ട്വിൻ ഹാർട്സ് വെച്ച് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തു. ഇത് ഈ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷനും ഇതിലെ വോളണ്ടിയേഴ്സും അംഗങ്ങളെല്ലാവരും ഒന്നിച്ച് വളരെ ഭക്തിപൂർവ്വം ഈ മെഡിറ്റേഷൻ ചെയ്യുകയും ഈ മെഡിറ്റേഷൻ വഴി സംജാതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കേരളത്തിലെ പ്രാണിക് ഹീലിംഗ് പ്രവർത്തനങ്ങൾ 2 ഓതറൈസ്ഡ് ഫൗണ്ടേഷൻസിന്റെ കീഴിൽ എല്ലാ അംഗീകൃത ട്രെയിനർമാരുടെയും നേതൃത്വത്തിൽ കേരളത്തിലുടനീളം പ്രാണിക് ഹീലിംഗ് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടി ആ 41 മെഡിറ്റേഷനും അതുവഴി സംജാതമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെ സ്കൂൾ ഓഫ് ഹീലിംഗിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബിലവഡ് ടീച്ചർ ഗുരു മാസ്റ്റർ ചൊവാക്കോക്സിയുടെ പ്രാണിക് ഹീലിംഗ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രാണിക് ഹീലിംഗ് ആളുകളിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൃദയം അല്ലെങ്കിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സുള്ളവരായിരിക്കണം. കാര്യം നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഊർജത്തെ സെൻസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഉന്നതമായിട്ടുള്ള സംവേദനക്ഷമത ആവശ്യമാണ്. ഉന്നതമായിട്ടുള്ള സംവേദനക്ഷമത നമ്മുടെ ഹൃദയചക്രയെ ആശ്രയിച്ചിരിക്കുന്നത്. ഒരാളുടെ ഹൃദയചക്രയുടെ വികാസം അനുസരിച്ചാണ് ഉന്നതമായിട്ടുള്ള സംവേദനക്ഷമത അയാൾക്ക് ഉണ്ടാവുക. ആ ഹൃദയചക്രയുടെ ആക്ടിവേഷന് വേണ്ടിയാണ് മെഡിറ്റേഷൻ വിത്ത് ട്വിൻ ഹാർട്സ്. അതുകൊണ്ടാണ് ഈ സ്കൂള് മെഡിറ്റേഷൻ ട്വിൻ ഹാർട്സ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ പ്രാണിക് ഹീലിംഗ് നിങ്ങൾ പഠിച്ച ആൾക്കാർക്ക് മെജോറിറ്റി ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാരെല്ലാവരും പ്രാണിക് ഹീലേഴ്സ് ആയിരിക്കും. പ്രാണിക് ഹീലേഴ്സ് ശരിക്കും അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡോ മാത്രം ഹീൽ ചെയ്യുന്നതല്ല. പ്രാണിക് ഹീലിംഗ് യഥാർത്ഥത്തിൽ ഹീൽ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരെയും ജീവിതത്തെ തന്നെയാണ്. അത് സൗഖ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. സോ നിങ്ങൾ എന്തെല്ലാം ഒരുപക്ഷെ നിങ്ങൾ ഹീലിംഗിന്റെ 7 സ്റ്റെപ്പുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹീലിംഗ് പ്രോട്ടോകോൾ നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രാണിക് ഹീലിംഗിന്റെ ക്ലാസ്സിൽ നിങ്ങൾ വന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ള ഒരുപാട് സദ്ഗുണങ്ങളെ കുറിച്ച്, അതേപോലെ നമ്മളെല്ലാവരെയും നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമങ്ങളായിട്ടുള്ള കർമ്മ നിയമം, ആ കർമ്മ നിയമത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ സദ്ഗുണാധിഷ്ഠിതമായിട്ട് ജീവിക്കണം, ഈ മാറ്റം ഈ 2 ദിവസത്തെ കോഴ്സ് പങ്കെടുത്ത ആളുകളിൽ അവർ ജസ്റ്റ് പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് ഈ കോഴ്സും ഈ പഠനങ്ങളൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയും, അല്ലെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കും പ്രാണിക് ഹീലിംഗ് ക്ലാസ്സിന് മുമ്പുള്ള നിങ്ങളുടെ ലൈഫും പ്രാണിക് ഹീലിംഗ് ക്ലാസ്സിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫും അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. ഇനി ഗുരു മാസ്റ്റർ ചൊവാക്കോക്സിയുടെ പ്രാണിക് ഹീലിംഗ് പഠനങ്ങൾ, പുസ്തകങ്ങൾ നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ കോഴ്സുകളും പഠനങ്ങളും എത്തിക്കണമെങ്കിൽ അവർ ബേസിക് ആയിട്ടുള്ള ചില കോഴ്സുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബേസിക് പ്രാണിക് ഹീലിംഗ്, അതേപോലെ തന്നെ സോൾ റിയലൈസേഷൻ കോഴ്സുകൾ. അത്ര കഴിഞ്ഞ പ്രാണിക് ഹീലേഴ്സിനാണ് നമ്മൾ ധാരാളമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പുസ്തകങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ നൽകുന്നത്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് മാസ്റ്റർ ചൊവാക്കോക്സിയുടെ ഈ ടീച്ചിങ്സ്, നമുക്ക് പബ്ലിക്കിന് നൽകാൻ പറ്റുന്ന ടീച്ചിങ്സ് അത് പരമാവധി ലളിതവൽക്കരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ആരംഭം. സോ സ്കൂൾ ഓഫ് വെർച്യൂസിൽ നിങ്ങൾക്ക് 5 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. നേരത്തെ ജീന മാം ഇവിടെ പറഞ്ഞു 4 കോഴ്സുകൾ: വിങ്സ് ഓഫ് വിസ്ഡം, വിങ്സ് ഓഫ് കമ്പാഷൻ, വിങ്സ് ഓഫ് ഫോർച്യൂൺ, ദെൻ ക്ലബ് ഫോർച്യൂൺ. ഇതിൽ ക്ലബ് ഫോർച്യൂൺ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞ കോഴ്സാണ്. ഓൾറെഡി ഒരു 6 മാസക്കാലം ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. വിങ്സ് ഓഫ്
ഫോർച്യൂൺ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 2 ബാച്ചാണ്, വിങ്സ് ഓഫ് വിസ്ഡം, വിങ്സ് ഓഫ് കമ്പാഷൻ. അപ്പോൾ 4-5 വയസ്സ് മുതൽ എന്ന് പറയുന്നത് ഈവൻ നിങ്ങളെ കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് അതിൽ താഴെയായാലും അവരെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാക്കി മാറ്റാം. 5 വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിനിമം ഏജ് ആണ്. അവിടുന്ന് അങ്ങോട്ട് എത്ര ഏജും ഉള്ള ആൾക്കാർക്ക് സ്കൂളിന്റെ ഭാഗമാവാം. ഒരു 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 എന്താ പറയാ, ഒരു യോഗ്യതയോ അല്ലെങ്കിൽ ഒരു പ്രായോഗിക യോഗ്യത അല്ലെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. ആർക്കും ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഏത് മതപാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവർക്കും ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്കും എന്താ പറയാ, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഒരു കണ്ടീഷനും ഇല്ലാതെ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂളാണ് ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, എന്താണ് ഈ സദ്ഗുണത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. സദ്ഗുണത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സദ്ഗുണ സമ്പന്നരായിരിക്കണം എന്നുള്ളത്. അതേ സമയത്ത് എല്ലാവർക്കും അറിയാം സത്യം പറയരുതെന്നല്ല, എല്ലാവർക്കും അറിയാം എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിലും മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കാതിരിക്കണം എന്നറിയാം, മറ്റുള്ള ആളുകളോട് സൗമ്യമായിട്ട് പെരുമാറണം എന്നറിയാം, നമ്മൾ നല്ല വിനയമുള്ളവരായിരിക്കണം എന്നറിയാം. ഇതൊന്നും അറിയാത്ത ആരുമില്ല. ഇതൊന്നും പറഞ്ഞു തരലല്ല ഈ സ്കൂളിന്റെ ലക്ഷ്യം. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മൾ എത്രയോ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന കാര്യങ്ങൾ. ഈ സ്കൂൾ എന്തിനു വേണ്ടി? പക്ഷെ നിങ്ങൾ നോക്കൂ, നമുക്ക് ഒരാളെ വേദനിപ്പിക്കരുത് നമുക്കറിയാം, ആരോടും ദേഷ്യം കൊണ്ട് നടക്കരുതെന്ന് അറിയാം, പക്ഷെ നമുക്ക് ഒരാളോട് വിദ്വേഷം വെക്കരുതെന്ന് അറിയാം. ഇതൊക്കെ നമുക്കറിയാം. മാത്രമല്ല നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഈ നമ്മളുടെ ഈ സ്വഭാവ വൈകല്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതും അറിയാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് ഈ സദ്ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനൊരു കാരണമായിട്ട് പറയുന്നത്, നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച് ചെയ്ത് ശീലങ്ങളാക്കിയവയാണ്. അപ്പൊ വൺസ് അത് ശീലമായി കഴിഞ്ഞാൽ അത് നല്ലതായാലും ശരി മോശമായാലും ശരി അത് നമ്മളെ വിട്ടുപോവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാവും. അപ്പൊ അതുകൊണ്ട് പറയും, ചൊട്ടയിലെ ശീലം ചുടല വരെ പറയും. ചുടല വരെയല്ല, അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴും ഈ ശീലം തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയാ, പഴയ ലൈഫിലെ വാസനകളാണ് ഈ ലൈഫിൽ ഉണ്ടാവുക. അപ്പൊ ചുടല കൊണ്ടൊന്നും തീരില്ല ഈ ശീലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, ഇന്നതാണ് സദ്ഗുണങ്ങൾ അല്ലെ ഇന്ന സദ്ഗുണങ്ങൾ പാലിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാക്കിയാൽ പോരാ, നമ്മൾ പരിശീലിച്ച് ഈ സദ്ഗുണങ്ങളൊക്കെ നമ്മളെ ശീലങ്ങളാക്കി മാറ്റണം, നല്ല ശീലങ്ങളാക്കി മാറ്റണം. ശീലങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എഫേർട്ടും വേണ്ട. ഇപ്പൊ നമ്മളുടെ പല സ്വഭാവവും പ്രകടാവുന്ന പോലെ സദ്ഗുണങ്ങൾ പ്രകടാവാൻ തുടങ്ങും. സോ മസഷുവ നിങ്ങൾ ബേസിക് പ്രാണി ഹീലിംഗിന്റെ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ. നിങ്ങൾ ഓരോ വെർച്യൂ നിങ്ങൾ 2-3 മാസക്കാലം തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ ഈ സദ്ഗുണങ്ങളൊക്കെ നല്ല ശീലങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രകടമാവും. അപ്പൊ ഈ സ്കൂളിന്റെ പ്രധാനപ്പെട്ട പരിശീലനങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വലിയ ടീച്ചിങ്സ്, ഇത്ര സദ്ഗുണങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെയുള്ള ടീച്ചിങ്സ് ഒന്നും പറയല്ല. മറിച്ച് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും നമ്മൾ ചെറിയ ചില ട്യൂണിങ്, ഒരു മോഡിഫിക്കേഷൻ, ഒരു ഫൈൻ ട്യൂണിങ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ സദ്ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശീലാക്കി എടുക്കുക. അപ്പൊ എന്താണ്? നിങ്ങൾ സത്യസന്ധത നിങ്ങൾ ശീലാക്കി എടുത്താൽ നിങ്ങൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ സത്യമാണ് വിതയ്ക്കുന്നത്. സത്യം വിതയ്ക്കുന്നവൻ സത്യം കൊയ്യും. ഓക്കെ, സത്യം വിതയ്ക്കുക പറഞ്ഞാൽ നിങ്ങൾ വ്യക്തത വിതയ്ക്കാൻ കൂടി അർത്ഥമുണ്ട്. സോ വ്യക്തത വിതയ്ക്കണമെങ്കിൽ എന്ത് വേണം? വ്യക്തത വിതയ്ക്കുന്നവൻ യഥാർത്ഥത്തിൽ പ്രകാശ വിതയ്ക്കുന്നത്. കാരണം പ്രകാശമുള്ളിടത്താണ് വ്യക്തത. അപ്പൊ സത്യം പറയുന്നവൻ എന്താ വിതയ്ക്കുന്നത്? സത്യം പറയുന്നവൻ വിതയ്ക്കുന്നത് പ്രകാശമാണ്. കർമ്മ നിയമപ്രകാരം പ്രകാശം വിതച്ചവൻ പ്രകാശം കൊയ്യും. അപ്പൊ നിങ്ങളുടെ കുട്ടികളിൽ സത്യം പറയാനുള്ള ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അതിലൂടെ നിങ്ങൾ അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നത് പ്രകാശം വിതയ്ക്കുന്ന ശീലം. അവര് വിതച്ച പ്രകാശം, അവരവരുടെ കുട്ടിക്കാലത്ത് വിതച്ച പ്രകാശം വരും കാലങ്ങളിൽ എത്രയോ മടങ്ങായിട്ട് അവർക്ക് കൊയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രകാശം അവരെ നയിക്കും. പ്രകാശം നയിക്കുമ്പോഴെന്താ? അവർക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും, നല്ല വ്യക്തത ഉണ്ടാവും, നല്ല വെളിച്ചം ഉണ്ടാവും, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി കുട്ടികളിൽ എല്ലാ തലത്തിലും അവരെ സത്യസന്ധരാക്കാൻ വേണ്ട ലളിതമായ പരിശീലനങ്ങളാണ് ഈ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ന്
ഇന്ന് സാധാരണഗതിയിൽ ഒരു 10-50 വർഷം മുന്നേ പാരന്റ്സിന്റെ ഒക്കെ വലിയൊരു ചാലഞ്ച് അല്ലെങ്കിൽ അവരെയൊക്കെ മുന്നിലുള്ള ഒരു വെല്ലുവിളി പറയുന്നത് കുട്ടികളെ എങ്ങനെയെങ്കിലും അവർക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് അവർ അതിനു വേണ്ട ശ്രമങ്ങളായിരിക്കും, അതിനു വേണ്ട പഠനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കുട്ടികൾക്ക് വേണ്ടി നൽകുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഏതൊരാൾക്കും നിഷ്പ്രയാസം അയാൾക്ക് പണം സമ്പാദിക്കാനും നല്ല വരുമാനം സമ്പാദിക്കാനും പറ്റുന്ന അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലും ഇന്ന് നമ്മളെ ഇന്ത്യയിലും ഭാരതത്തിലും എവിടെയുള്ളത്. സോ അതുകൊണ്ട് ഇന്ന് പണം സമ്പാദിക്കുക അല്ലെങ്കിൽ നല്ലൊരു ജീവിത മാർഗം സമ്പാദിക്കുക, നല്ലൊരു ജീവിതം, സാമ്പത്തികം ഉള്ള നല്ലൊരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതേ സമയത്ത് ഇന്ന് പാരന്റ്സ് ഒക്കെ നേരിടുന്ന ഞാനൊരു പ്രശ്നം എന്ന് പറയുന്നില്ല, എന്നാലും ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെയൊക്കെ പേഴ്സണൽ ലൈഫാണ്. അവരുടെ വൈവാഹിക ജീവിതം, അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ ഒഫീഷ്യൽ ലൈഫ്, അവർ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് ഗ്രാൻഡ് മാസ്റ്റർ പറയും ഇറ്റ് ഈസ് ലവ് ദാറ്റ് ഹീൽ, സ്നേഹമാണ് സൗഖ്യപ്പെടുത്തുന്നത്. അതേപോലെ നമ്മളൊക്കെ വളർത്തുന്നതും സ്നേഹമാണ്. സോ നമുക്ക് ഒരു ദിവസം വളരണമെങ്കിൽ ധാരാളം സ്നേഹം വേണം. നമ്മൾ അറിയുന്നില്ല ഏതെല്ലാം കോണിൽ നിന്ന് നമുക്ക് എത്ര കണ്ട് സ്നേഹം കിട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഒക്കെ ഇരിക്കുന്നത്. അതേപോലെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട്. നമ്മളെ മക്കളുടെ മക്കളുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും, ഇവർക്കൊക്കെ സ്നേഹം നൽകുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ധാരാളം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കണം. ഈ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. സോ സ്നേഹത്തെ ഭാരത പാരമ്പര്യത്തിൽ ഡിവൈൻ ലവ് ആസ്പെക്ടിനെ വിഷ്ണു എന്നാ പറയാ. അതുകൊണ്ട് പറയും വിഷ്ണു ആണ് എല്ലാത്തിനെയും നിലനിർത്തി പരിപാലിക്കുന്നത്. അപ്പൊ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ലൈഫിൽ നമ്മുടെ ജീവിതം നല്ല സമ്പദ് സമൃദ്ധിയിൽ ആരോഗ്യത്തോടു കൂടി എല്ലാ അർത്ഥത്തിലും എല്ലാ സമ്പദ് സമൃദ്ധി, ആരോഗ്യവും സമാധാനമൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കണ്ട് സ്നേഹം ലഭിക്കണമെങ്കിൽ കർമ്മ നിയമപ്രകാരം നമ്മൾ സ്നേഹം വിതയ്ക്കണം. സ്നേഹം വിതയ്ക്കണമെങ്കിൽ എന്ത് വേണം? കുട്ടികളില് കാരുണ്യത്തോടു കൂടി സംസാരിക്കാനും, സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും കൂടെ സംസാരിക്കാനും, സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ചിന്തിക്കാനും, സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറാനും, സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പ്രവർത്തിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ സ്കൂളിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ശീലങ്ങൾ, അവർ വളരെ സ്നേഹകാരുണ്യത്തോടു കൂടിയാണ് എല്ലാം ചെയ്യുന്നത്, അതിന് വേണ്ട ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ അവരിൽ നല്ല മിതത്വമുള്ളവരാക്കി അവരെ വളർത്തുക. മിതത്വം നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസീവ്നെസ് പാലിക്കും, അമിതത്വം പാലിക്കും. ഇപ്പൊ ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ മിതത്വം പാലിക്കാത്തവൻ ഭക്ഷണം വേസ്റ്റ് ആക്കും, വസ്ത്രങ്ങൾ ധാരാളമായിട്ട് മേടിച്ചു കൂട്ടും, ധാരാളം പഠന സാമഗ്രികൾ മേടിച്ചു കൂട്ടും. സോ ഇവിടെ പ്രകൃതി, നമ്മൾ പറഞ്ഞു ഈ സ്കൂള് നിലനിൽക്കുന്നത് ഈ പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രകൃതി നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോ ഓഫ് കർമ്മ നിയമം. ഇവിടെ പറയാണ് നമ്മൾ ഈ പ്രകൃതിയിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തുല്യ അളവിലാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഒരാൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അയാൾ അത് അമിതമായിട്ട് ചീത്തയാക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുക ചെയ്യുന്നത്. അപ്പൊ അയാൾ നഷ്ടപ്പെടുത്തുന്നത് വേറെ ഒരുത്തൻ്റെതാണ്, നമുക്ക് അർഹതപ്പെട്ടതല്ല. നമ്മൾ പറയും നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം, നിങ്ങൾക്ക് ദാഹം മാറുന്നവരെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ട്, പക്ഷെ വെള്ളം മലിനപ്പെടുത്തുന്നവർ ഈ വേറെ ആൾക്ക് ദാഹമുള്ള ഒരാൾക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റാതെ, അത് എക്സസീവ്നെസ് ആണ്. ഇങ്ങനെ അമിതത്വം പാലിക്കുന്നവൻ നഷ്ടം വിതയ്ക്കും. നഷ്ടം വിതച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നഷ്ടം കൊയ്യും. വിതച്ചതല്ല കൊയ്യുക, വിതച്ചതിന്റെ എത്രയോ മടങ്ങായിട്ടാ കൊയ്യുക. അപ്പൊ നമ്മളെ കുട്ടികൾ അവർക്ക് വേണ്ടത്ര നല്ല ശീലങ്ങൾ ഇല്ലാത്തത് വഴി അവർ ആഹാരത്തിലും വസ്ത്രത്തിലും അതേപോലെ അവരുടെ പഠന സാമഗ്രികളിലും അവർ പണം ചെലവഴിക്കുന്നതിലൊക്കെ അവരറിയാതെ തന്നെ ധാരാളം എക്സസീവ്നെസ്, ധാരാളിത്തം, അമിതത്വം അവർ കാണിക്കുകയും അതുവഴി അവർ വിതയ്ക്കുന്നത് നഷ്ടത്തിന്റെ വിത്താണ്. ഇത് വരും കാലങ്ങളിൽ വലിയ കഷ്ടനഷ്ടങ്ങളായിട്ട് അവർ കൊയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ കുട്ടികളിൽ ഈ മിതത്വം ശീലാക്കണം. അതേപോലെ മോഡറേഷൻ, മിതത്വം ശീലമാക്കുന്നതിന് സാധിക്കുന്ന പരിശീലനങ്ങളാണ് ഈ സ്കൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ടുള്ള മറ്റൊരു സദ്ഗുണമാണ് ഇൻഡസ്ട്രിയസ്നെസ്, അല്ലെങ്കിൽ വൺ പോയിന്റഡ്നെസ്, അല്ലെങ്കിൽ സ്ഥിരോത്സാഹം, അല്ലെങ്കിൽ അലസതാരാഹിത്യം. ഓക്കെ, ഇത് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ അലസതാരാഹിത്യം നമ്മൾ കാണിക്കണം?
നോക്കൂ, ഒരു പാരന്റ് അല്ലെങ്കിൽ പാരന്റ്സ് നമ്മുടെ കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരെ നമ്മൾ സ്കൂളിൽ അയച്ചിട്ട് അവരെ അക്കാഡമിക്കലായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതുകൂടാതെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പെയിന്റിങ്സ് പഠിപ്പിക്കുന്നുണ്ട്, പല ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അവര് തന്നെ ഇന്ന് ലോകം ഈ കുട്ടികളുടെ കയ്യിലാണ്, വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ കുട്ടികളിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അലസതാരാഹിത്യം അല്ലെങ്കിൽ സ്ഥിരോത്സാഹമാണ്. അതേപോലെ ലക്ഷ്യത്തിലേക്കുള്ള സ്ഥിരോത്സാഹം, കോൺസ്റ്റൻസി ഓഫ് എയിം ആൻഡ് എഫേർട്ട്, കോൺസ്റ്റൻസി ഓഫ് എയിം ആൻഡ് കോൺസ്റ്റൻസി ഓഫ് എഫേർട്ട് ഓർ ഇൻട്രസ്റ്റിയസ്നെസ് ഓർ വൺ പോയിന്റഡ്നെസ്, ഇങ്ങനെയൊക്കെ പറയും. സ്ഥിരോത്സാഹം ഉണ്ടാവണം, അലസതാരാഹിത്യം ഉണ്ടാകരുത്. എന്താ അലസത ഉണ്ടായാലെന്നറിയോ? ഇത് നിങ്ങൾ പലരും കേട്ട് പഴകിയ ഒരു കഥയാണ്. എന്നാൽ ആരെങ്കിലും കേൾക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. എനിക്ക് ഈ കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് പറയാണ്. ഇത് ഒരു സിംഹത്തിന്റെ കഥയാണ്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി എന്ത് കഥയാണ് പറയാൻ പോകുന്നത്. സോ ഈ സിംഹം ഒരിക്കല് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ദൈവം ചോദിച്ചു, എന്ത് വരാ വേണ്ടത്? അപ്പൊ ഈ സിംഹം പറഞ്ഞു, എനിക്ക് ഇനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഈ ഗുഹയിൽ ഇരുന്നിട്ട് എൻ്റെ ശിഷ്ടകാലം തീർക്കണം. അപ്പൊ എനിക്ക് വേട്ടയാടാനൊന്നും ഇനി വയ്യ, എനിക്ക് പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഭക്ഷണത്തിന് വേണ്ട ഓരോ മൃഗങ്ങളെയായിട്ട് ഈ ഓരോ ദിവസം ഈ ഗുഹയിൽ എത്തിക്കണം. ഇത്ര എനിക്ക് ആഗ്രഹമുള്ളത്. അപ്പോൾ നമുക്കറിയാം ദൈവം കാരുണ്യവാനാണ്. ഇപ്പൊ നിങ്ങൾ ആരെന്ത് ആവശ്യപ്പെട്ടാലും ദൈവം തരും. ദൈവം പറഞ്ഞു തഥാസ്തു. ദൈവം തഥാസ്തു പറഞ്ഞാൽ അത് സംഭവിക്കും. സിംഹത്തിന് സന്തോഷമായി. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു ദൈവം. ഇല്ല, പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട, ഇത്രയും ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചോദിച്ചു ദൈവം ബൈ പറഞ്ഞിട്ട് സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ കുനിഞ്ഞു നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് പെറുക്കിയെടുത്തു. അപ്പൊ സിംഹം ചോദിച്ചു, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിനക്ക് മുമ്പ് തന്നതാണ്, ഇനി ഇതിന്റെ ഒന്നും ആവശ്യം നിനക്കില്ലല്ലോ, ഇത് ഞാൻ എടുക്കുക പറഞ്ഞു. അപ്പൊ സിംഹം ചോദിച്ചു, എന്താ നിങ്ങൾ എടുക്കുന്നത് ചോദിച്ചു. സിംഹം പറഞ്ഞു, അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ ഈ എടുത്തത് നിന്റെ കരുത്താണ്, ഞാൻ ഈ എടുത്തത് നിന്റെ ഗർജിക്കുന്ന ശബ്ദമാണ്, ഞാൻ ഈ എടുത്തത് നിന്റെ ശൗര്യമാണ്, ഞാൻ ഈ എടുത്തത് വേഗത്തിൽ ഓടാനുള്ള നിന്റെ കഴിവാണ്, ഞാൻ ഈ എടുത്തത് നിന്റെ നഖങ്ങളുടെയും പല്ലുകളുടെയും മൂർച്ചയാണ്. അപ്പോ സിംഹം ചോദിച്ചു, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഇതൊക്കെ എനിക്ക് വേണ്ടേ? ഇതിനി നിനക്ക് എന്തിനാ? നിനക്ക് ഇതിന്റെ ആവശ്യമില്ല. നീ ഇവിടെ വെറുതെ അരസനായിട്ട് ഇവിടെ ഗുഹയിൽ ഇരിക്കല്ലേ, പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു ദൈവം ഇതൊക്കെ എടുത്തത്രേ. ഇനി ദൈവത്തിന് ഈ സിംഹത്തിന്റെ ഗുഹയിൽ നിർത്തി കാര്യങ്ങളൊക്കെ ആവശ്യമില്ല. കാര്യം എന്താ? ദൈവം എല്ലാം ഉള്ള ആളാണ്. ഈ ഗുണങ്ങളുടെ ഒക്കെ കഴിവ് പൂർണ്ണമായിട്ടുള്ള ആളാണ് ദൈവം. അപ്പൊ ഈ ദൈവം എടുത്തു കൊണ്ടുപോയിട്ടുള്ള കഴിവുകളൊക്കെ എന്ത് ചെയ്തു എന്നറിയോ? അപ്പൊ ദൈവം നോക്കുമ്പോഴുണ്ട് ഒരു സിംഹം വേട്ടയാടാൻ ബുദ്ധിമുട്ടി വാർദ്ധക്യം കൊണ്ട് ക്ഷീണിച്ച് ഒരു മാനിനെ ഇങ്ങനെ പിന്തുടരുകയാണ്. മാനാണെങ്കിൽ സിംഹത്തെക്കാളും വേഗത്തിൽ ഓടുന്നുണ്ട്. എന്നാലും സിംഹം സ്ഥിരോത്സാഹത്തോടു കൂടി ആ മാനിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. സോ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? ഈ വേഗത്തിൽ ഓടാനുള്ള കഴിവ് ആ സിംഹത്തിന് നൽകി. ഓക്കെ, ഇങ്ങനെ ദൈവം പോകുന്ന വഴിയിൽ സ്ഥിരോത്സാഹം ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് ഈ കഴിവുകളൊക്കെ വീതിച്ചു കൊടുത്തു. അപ്പൊ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ദൈവം തന്നിട്ടുള്ള വരദാനാണ് നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് അറിവുകൾ, നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് കഴിവുകൾ. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഈ കുട്ടികൾ എന്ന് പറയുന്നത് അറിവിന്റെ കാര്യത്തിലോ അതേപോലെ കഴിവുകളുടെ കാര്യത്തിലോ അവരൊക്കെ എത്രയോ ബ്ലെസ്ഡ് ആണ്. 100 കണക്കിന് അറിവും 100 കണക്കിന് കഴിവും അവർക്കുണ്ട്. അപ്പൊ ഇതിന്റെ വളരെ ചെറിയൊരു ഭാഗം തന്നെ അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന പാരന്റ്സിന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്രേ സൗഭാഗ്യമുള്ള ജീവിതമായിരിക്കും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പൊ അതിനാകെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് അവർ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ സ്ഥിരോത്സാഹത്തോടു കൂടി അവർ പരിശീലിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. ഇങ്ങനെ അവർക്ക് ലഭിച്ച അറിവുകളും അവർക്ക് ലഭിച്ച വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും അവർ സ്ഥിരോത്സാഹത്തോടു കൂടി പരിശീലിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി അതിന് വേണ്ട ശീലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട പരിശീലനങ്ങളാണ് ഈ സ്കൂളില് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ പരിശീലിക്കുന്നത് വഴി എന്തായിരിക്കുന്നത്? നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അവർ നല്ല ആരോഗ്യത്തോടിരിക്കും, അവർ നല്ല സമാധാനത്തോടുള്ള ഒരു ജീവിതം നയിക്കും. അതേപോലെ വലിയ സമ്പദ് സമൃദ്ധിയും സ്നേഹവും കാരുണ്യവും ഉള്ള ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അവർ നല്ല സ്ഥിരോത്സാഹമുള്ളവരായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി ഉണ്ടാവും. ഒരുപാട് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ അവർ എത്തിച്ചേരും. സമൂഹത്തിന്റെ
എല്ലാവരും കൊതിക്കുന്ന ഉന്നതമായിട്ടുള്ള പദവികൾ അവർ അലങ്കരിക്കും. ഇതിനൊക്കെ വേണ്ട ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇതിനൊക്കെ വേണ്ട യോഗ്യത ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ട ലളിതമായ പരിശീലനങ്ങൾ അവര് പോലും അറിയാതെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് സ്കൂളിന്റെ മൊഡ്യൂള്, സ്കൂളിന്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നേരത്തെ മുമ്പ് പ്രസംഗിച്ച ആൾക്കാർ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ധാരാളം വർക്ക് നടന്നിട്ടുണ്ട്, ധാരാളം ചിന്തകളും പഠനങ്ങളും ചർച്ചകളും നടന്നിട്ട് എത്ര കണ്ട് ലളിതാക്കാൻ സാധിക്കുമോ ഇതിന്റെ പരിശീലനങ്ങൾ അത്ര കണ്ട് ലളിതാക്കിയിട്ടാണ് ഈ പരിശീലനങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏകദേശം എന്താണ് സ്കൂളിന്റെ ഒരു ദൗത്യം എന്നുള്ളതും എന്താണ് സദ്ഗുണങ്ങൾ പരിശീലിക്കേണ്ടതിന്റെ ആവശ്യകത എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിചാരിച്ചതിലും കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് എൻ്റെ സംസാരത്തിന്. അത് എൻ്റെ ഒരു ശീലമായി പോയ കാര്യമാണ്. ഇനിയിപ്പം ഞാൻ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ എനിവേ, ഈ സ്കൂളിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏത് പ്രായത്തിലുള്ള ആൾക്കാരും ചെയ്യാം. ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ സ്കൂളിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഉൾപ്പെടെ ഈ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയാണ്. ക്ലബ് ഫോർച്യൂൺ എന്ന് പറയുന്ന കോഴ്സിൽ ഞാനും ഒരു സ്റ്റുഡൻ്റ് ആണ്. നമ്മളെല്ലാവരും ക്ലബ് ഫോർച്യൂണിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ നിങ്ങൾ എല്ലാവരും തന്നെ സ്കൂളിന്റെ ഭാഗമാവുക. നമുക്ക് ഇനിയും ഈ കുട്ടികൾക്ക് മാത്രമാണ് ഈ സദ്ഗുണങ്ങൾ അല്ല, നിങ്ങൾ ഈ സദ്ഗുണങ്ങൾ ആചരിച്ച് നിങ്ങൾ ശീലാക്കുന്നത് അത് പെർമനന്റ് ആണ്. നിങ്ങളെ ബോഡി വിട്ടുപോയി കഴിഞ്ഞാലും ആ ശീലങ്ങൾ പെർമനന്റ് ആണ്. ഈ ഗുണങ്ങളൊക്കെ ആത്മാവിൻ്റെയാണ്. ആത്മാവിനെ നിങ്ങളുടെ സത്ത് എന്ന് പറയും, എസെൻസ് ആണ് ആത്മാവ്. അതുകൊണ്ട് പറയും ആത്മാവിന്റെ ഗുണം ആയതുകൊണ്ട് ഇതിനെ സദ്ഗുണം എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ശീലങ്ങളൊക്കെ പെർമനന്റ് ആണ്. ഓക്കെ, ആകെ നിങ്ങൾ എന്ത് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഈ ഗുണങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ, നിങ്ങൾ ആർജിച്ച കഴിവുകളെ കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനം അല്ലെങ്കിൽ ഈ സ്കൂളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും പെർമനന്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ഭാഗമാവുന്നതാണ്, ഇത് നിങ്ങളുടെ സത്തിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതാണ്. സോ ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിയുന്നത്ര ഇതിന്റെ ഗുണഫലങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ പരമാവധി ആളുകളിലേക്ക് ഈ സ്കൂളിന്റെ വിവരം നിങ്ങൾ എത്തിക്കുക. പരമാവധി ആളുകളെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ഉള്ള സേവനത്തിൽ ഏർപ്പെടുക. താങ്ക് യു വെരി മച്ച്. ആത്മാ നമസ്തേ. നമസ്തേ. ഈ ഒരു സംരംഭത്തിന്റെ ഈ ചടങ്ങിൽ ആശംസകൾ അറിയിക്കാൻ മാനേവി മാഡത്തിനെ ക്ഷണിക്കാം. നമസ്തേ. First of all, congratulations to all of you. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത ഓരോ പാരൻസിനും ഓരോ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻസ്. കാരണം ഞാൻ സ്വയം പ്രാക്ടീസ് എനിക്ക് വന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അത് ഇവിടെയുള്ള ഫെസിലിറ്റേറ്റേഴ്സും പറഞ്ഞ ആ ഇൻചാർജസും എല്ലാം തന്ന ഓരോ ക്ലാസ്സസും മോട്ടിവേഷൻസും എല്ലാമാണ്. അത് ഇനിയും ഒരുപാട് പേരിലേക്ക് എത്തുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഞാനും ഇവരുടെ പാനലിൽ ജോയിൻ ചെയ്യുന്നു. നമുക്ക് ഇനി ഒരുമിച്ച് മുന്നോട്ട് പോവാം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ടീം സോഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ആശംസകൾ അറിയിക്കാൻ ശ്രീ ജിജേഷിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. നമസ്തേ. ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വിദ്യാരംഭത്തിൽ ഇത്രയും വലിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ. ഇപ്പോൾ സ്കൂൾ ഓഫ് വെർച്യൂസ് നമ്മുടെ ബിജു സാറും എല്ലാ ആൾക്കാരും പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 10-12 വർഷത്തോളമായിട്ട് ഈ ഒരു സ്കൂളിന്റെ ഭാഗമാണ് ഞാനും. മാസ്റ്റർ ചൊവ്വയുടെ സ്റ്റുഡൻ്റ് ആണ്. അപ്പം പല സമയങ്ങളിലായിട്ട് വെക്കേഷനിലും അല്ലെങ്കിൽ ഓണം വെക്കേഷൻ,
അല്ലെങ്കിൽ നവരാത്രി സമയങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ പ്രാക്ടീസുകൾ, കുട്ടികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസുകളെല്ലാം നമ്മളൊരു പാക്ഡ് ആക്കിയിട്ട് ഇപ്പം പബ്ലിക്കിന് വേണ്ടി വരികയാണ്, പബ്ലിക്കിന് മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ അതാണ് സ്കൂൾ ഓഫ് വെർച്യൂസ് എന്ന് പറയുന്നത്. ബാക്കി അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വരും ക്ലാസ്സുകളിൽ എല്ലാ ട്രെയിനേഴ്സും ഫെസിലിറ്റേറ്റേഴ്സും എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരെയും സഹായം ആവശ്യമാണ്. അപ്പൊ ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ നന്ദി പറയാനായിട്ട് ശ്രീ സജീവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്തേ. സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സോഹത്തിന്റെ വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മൾ ഇന്ന് സ്കൂൾ ഓഫ് വെർച്യൂസ് എന്നൊരു പുതിയൊരു പ്രോഗ്രാം, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും ബിജു സാർ അടക്കമുള്ള ആളുകൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി ഒന്നും പറയേണ്ടതില്ല. എന്നിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. സോ ശരിക്ക് നന്ദി പറയേണ്ടത് സ്കൂൾ ഓഫ് വെർച്യൂസ് ഉണ്ടാകുന്നതിന് വേണ്ടി അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ, അതുപോലെ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ഈശ്വരനോടും ഗുരുക്കന്മാരോടും ഹയർ ബീയിങ്സിനോടുമാണ്. ഇതിൻ്റെ പൂർണ്ണ തലത്തിൽ എന്തൊക്കെ ഗൈഡൻസ് വേണോ അതൊക്കെ നമ്മളിലേക്ക് എല്ലാവരിലേക്കും പകർന്നു തന്ന ഗുരുവിന്, ടീച്ചേഴ്സിന്, ഹയർ ബീയിങ്സിന് ആണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. പിന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ്റെ സോഹത്തിൻ്റെ ഫൗണ്ടർ ട്രസ്റ്റി ആയിട്ടുള്ള ബിജു സാറിന് ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. ഇതിൻ്റെ സോഹത്തിൻ്റെ മാനേജിങ് ട്രസ്റ്റി നമുക്കറിയാം അഞ്ജു മാമാണ്. ഇതിപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആരംഭിച്ചത് അഞ്ജു മാമാണ്. സോ അഞ്ജു മാമിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ജീന മാം, നമ്മൾ ഈ പരിപാടിയിൽ അഷ്ടമി മുതൽ ഈ വിജയദശമി വരെയുള്ള എല്ലാ പ്രോഗ്രാമിലും കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുകയും നമുക്ക് നമ്മുടെ ഇതിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ജീന മാമിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. സോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫെസിലിറ്റേറ്റർമാരായിട്ടുള്ള ഉമാ മാം, റിയ, ഹെയ്സൽ, ഇവർ 3 പേരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് രാമേന്ദ്രൻ സാറാണ്. രാമേന്ദ്രൻ സാറിനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാ ട്രസ്റ്റിമാരോടും നമ്മുടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള ഷാജിയേട്ടൻ, അതുപോലെ നമ്മുടെ ആശംസ അറിയിച്ച് സംസാരിച്ച നമ്മുടെ സെക്രട്ടറി, സോഹത്തിൻ്റെ സെക്രട്ടറി ജിജേഷ് സാറിനോടുള്ള നന്ദി. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പങ്കുചേർന്നിട്ടുള്ള, അതുപോലെ ദുർഗാഷ്ടമി മുതൽ ഈ നിമിഷം വരെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായിട്ട് നമ്മൾ സംഘടിപ്പിച്ച ഈ ധ്യാന യജ്ഞത്തിൽ പങ്കുചേർന്ന മുഴുവൻ ആളുകളോടും
3 ദിവസമായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കുചേർന്ന് ഈ സംരംഭം ഒരു ഗംഭീരമായ വിജയമാക്കിയതിനുള്ള നന്ദി എല്ലാവരോടും അറിയിക്കുന്നു. ആത്മനമസ്കാരം.